السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ومن يهده الله فلا مضل له ومن يضلله فلا هادي له. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഏറ്റവും പ്രിയം നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം സൽസ്വഭാവം എന്ന വിഷയത്തെ പറ്റിയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തുലാസിൽ ഭാരം കൂടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ളത് അത് സൽസ്വഭാവമാണ്. നന്മയും തിന്മയും തുലാസിലിട്ട് നോക്കുന്ന സമയത്ത് നന്മക്ക് മുൻതൂക്കം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഹുസ്നുൽ ഖുലുഖിനേക്കാൾ നല്ലൊരു അമല് വേറെ ഇല്ല എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നാം ഒന്ന് ആലോചിച്ചു നോക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവനിക്ക് അനുയോജ്യമായ, അവനിലുണ്ടായിരിക്കേണ്ട കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. അത് അവനിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകണം സൽസ്വഭാവം എന്നുള്ളത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൽഗുണ സമ്പന്നനായ വ്യക്തിത്വമാരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അതല്ലേ പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞതെന്താണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ നബിയെ, അങ്ങ് സൽഗുണ സമ്പന്നനാണ് നബിയെ, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നബിയെ. ഇത് വെറുതെ പറയുന്നതാണോ? എന്റെ പ്രിയമുള്ളവരെ, മുത്ത് റസൂലുള്ളാഹിന്റെ സ്വഭാവം എത്ര നല്ല സ്വഭാവമായിരുന്നു. എല്ലാവരോടും നല്ലത് മാത്രമല്ലേ ചെയ്യാറുള്ളൂ. ആക്രമിച്ചവനോടും ആക്രമിക്കുന്നവനോടും സ്നേഹിക്കുന്നവനോടും നല്ല വാക്ക് പറയുന്നവനോടും വെറുക്കുന്നവരോടുമൊക്കെ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ച നിലപാടെന്താണ്? എത്ര വ്യക്തമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അഹ്ലു സുഫക്കാരായ സ്വഹാബത്തിനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരു മനുഷ്യനതാ കടന്നു വരുന്നു. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കൊട്ടയിൽ ഈ തപ്പനുകളുമായിട്ടാണ് അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നിട്ടോ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ആ ഈത്തപ്പന വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഓരോന്നോരോന്നായി ഭക്ഷിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ ആദ്യം ഒരു ഈത്തപ്പഴം എടുത്തു, ഭക്ഷിച്ചു. ആ മനുഷ്യനെ നോക്കി പുഞ്ചിരിച്ചു. അടുത്ത ഒന്നെടുത്തു, വീണ്ടും പുഞ്ചിരിക്കുന്നു. വീണ്ടും ഈത്തപ്പഴം എടുക്കുന്നു, വീണ്ടും മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുന്നു. അഹ്ലു സുഫക്കാരായ സ്വഹാബത്തിന് അത്ഭുതമായി. കാരണം റസൂലുള്ളാഹി തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾക്ക് ആരെങ്കിലും വല്ല ഭക്ഷണമോ വല്ല എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ അത് സ്വഹാബത്തിനും കൊടുത്തിട്ടേ റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷിക്കാറുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഇത് സ്വഹാബത്തിന് കൊടുത്തിട്ടില്ല. സ്വഹാബത്തിന് വല്ലാണ്ട് അത്ഭുതമായി. ഈ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവൃത്തിയും അത്ഭുതമാണ്. ഓരോ ഈത്തപ്പഴം എടുക്കുന്നു, മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുന്നു. അടുത്ത ഈത്തപ്പഴം എടുക്കുന്നു, വീണ്ടും പുഞ്ചിരിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ വളരെ സംതൃപ്തനായിക്കൊണ്ട് ആ മജ്ലിസ് വിട്ടു പോവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ താങ്കൾ സാധാരണ ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് നൽകാറുണ്ടല്ലോ നബിയെ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നൽകാത്തതെന്ന് സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നമുക്കുള്ള പാഠമാണത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ആ മനുഷ്യൻ കൊണ്ടുവന്നതായ ഈത്തപ്പഴമില്ലേ, അത് ക്വാളിറ്റി ഇല്ലാത്ത താണതായ ഒരു ഈത്തപ്പഴമായിരുന്നു, മധുരമില്ലാത്ത ഈത്തപ്പഴമായിരുന്നു. അത് ഞാൻ ഭക്ഷിക്കാതെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ, അതിന്റെ മധുരമില്ലാത്ത
ഉറങ്ങാത്തത് കാരണത്താൽ നിങ്ങളുടെ മുഖം ചുളിക്കുന്നത് കണ്ട് ആ മനുഷ്യനക്ക് വേജാറായി പോയാലോ എന്ന് ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ തന്നെ മുഴുവനായും ഭക്ഷിച്ചത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങളാണ് ഏറ്റവും കൂടുതൽ സൽസ്വഭാവമുള്ള വ്യക്തി. റസൂലുള്ളാഹി തങ്ങൾ മാത്രമാണ്. എല്ലാ മനുഷ്യരോടും നാം കരുണ കാണിക്കണം. എല്ലാ മനുഷ്യരോടും നാം നല്ല നിലക്കാണ് പെരുമാറേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല സൽസ്വഭാവത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചില പ്രധാനപ്പെട്ട സൽസ്വഭാവങ്ങളെ പറ്റി പരിചയപ്പെടുത്തി തരാം. അതിൽ ഒന്നാമത്തതാണ് അത്തബസ്സുമു, പുഞ്ചിരിക്കുക എന്നുള്ളത്. ആളുകളെയൊക്കെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ല സൽസ്വഭാവമാണ്. അത്തബസ്സുമു ഫീ വജ്ഹി അഖീക സദഖ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ, മോനെ, നിന്റെ സഹോദരനെ കാണുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ല സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ എങ്ങാനും ഒരു ബേജാറുള്ള ഒരു മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുകയാണെങ്കിൽ ആ പുഞ്ചിരിച്ചത് കാരണമായിട്ട് ആ മനുഷ്യന്റെ വേജാറുകളോ വേവലാദികളോ ആവലാദികളോ എങ്ങാനും മാറിപ്പോവുകയാണെങ്കിൽ അതും സ്വതക തന്നെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ വിവക്ഷ. അതല്ലേ ചിരിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അട്ടഹാസ ചിരി പറ്റൂല. ആയിഷ ബീവി പറയുന്നുണ്ട്, ലമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളാഹികൻ മുസ്തക്ബിയൻ ഖത്തു. റസൂലുള്ളാഹി തങ്ങളുടെ മേലണ്ണാക്ക് കാണുന്ന രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചിട്ടില്ല. അപ്പോൾ ചിരിക്കുന്നതിനുമുണ്ട് ഒരു പരിധിയൊക്കെ. പുഞ്ചിരിയാണ് സുന്നത്ത്. അടുത്ത സൽസ്വഭാവമാണ് ആളുകളെയൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ അടുത്ത സൽസ്വഭാവമാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ സഹിക്കുക എന്നുള്ളത്. ഇഹ്തിമാലുൽ അദാ എന്ന് പറയും. മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ ചുമക്കാൻ കഴിയണം. ഇതിലേറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ഖദ്ദിം ജാറക ഖബ്ല ബൈതിക. മോനെ, നീ നിന്റെ വീട് വെക്കുന്നതിന് മുമ്പ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ അയൽവാസിയെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണേ. അയൽവാസിയെ നീ ഒന്ന് മുന്തിക്കണേ. കാരണം എന്താണെന്നറിയുമോ? ചിലപ്പോൾ ആ അയൽവാസി അക്രമകാരിയായിരിക്കാം. അക്രമകാരിയായ ആ അയൽവാസിയെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ആ ബുദ്ധിമുട്ടുകളെ തടയാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഖദ്ദിം ജാറക ഖബ്ല ബൈതിക. നീ നിന്റെ വീട് വെക്കുന്നതിന് മുമ്പ് അയൽവാസിയെ ഒന്ന് പരിഗണിക്കണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും സഹിക്കണം. റസൂലുള്ളാഹി തങ്ങൾ തന്നെയല്ലേ അതിനുള്ള മാതൃകയും. എത്ര ആളുകളാണ് റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്, ബേജാറാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ ക്ഷമിക്കുകയല്ലേ ചെയ്തത്. അടുത്ത നല്ലൊരു സൽസ്വഭാവമാണ് തന്നെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് നാം ശബ്ദം പിടിക്കുന്നവരാവണം. ഒരു ചരിത്രം മാത്രം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശപ്പ് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബേബിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഫാത്തിമ ബേബിയോട് ചോദിച്ചു, ഹേ ഫാത്തിമ, വല്ല ഭക്ഷണവുമുണ്ടോ? ഫാത്തിമ ബേബി പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി നബിയെ. റസൂലുള്ളാഹി തങ്ങൾ നേരെ ജോലിക്ക് പോകുന്നു. ജോലി അന്വേഷിച്ചു കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹി തങ്ങൾക്കതാ ഒരു തോട്ടത്തിൽ ജോലി കിട്ടുന്നു. കൂലിക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങൾ ജോലി ചെയ്യുന്നത്. എന്താണ് ആ ജോലി എന്നറിയുമോ? അവിടെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആ തോട്ടത്തിലുള്ള ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം ഇളക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹിന്റെ ജോലി. റസൂലുള്ളാഹി തങ്ങളതാ അങ്ങനെ ആ വെള്ളം കോരുകയാണ്. അങ്ങനെ 3-4 കോരൽ കോരിയപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ബക്കറ്റ് അങ്ങ് കിണറ്റിലേക്ക് വീഴുകയാണ്. ഈ സംഭവം മനുഷ്യനോട് പറഞ്ഞു കൊടുത്തപ്പോ ആ ഉടമക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് അടിയടിച്ചു. റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾ മനഃപൂർവ്വമല്ലല്ലോ ചെയ്തത്. റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചൊന്നും അടിയിച്ചിട്ടില്ല. ഇതാണ് മൂന്നാമത്തെ സൽസ്വഭാവം എന്നുള്ളത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.